കോട്ടയത്ത് ലോൺ അടയ്ക്കാൻ വൈകിയതിന് രോഗിയായ ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ചു. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ബൽ സ്റ്റാറിലെ ജീവനക്കാരനാണ് ആക്രമിച്ചത്. പനമ്പാലം സ്വദേശി സുരേഷിനാണ് മർദ്ദനമേറ്റത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ സംഭവം? സജിത്ത്, അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു സുരേഷ് കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് മാസങ്ങളായി പണം അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് ഈ മാസത്തെ പണം അടയ്ക്കുന്നത് അല്പം വൈകി. സാധാരണഗതിയിൽ 7-ാം തീയതിയാണ് പണം അടയ്ക്കുന്നത്. അപ്പോൾ വൈകിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഈ ഏജന്റ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റാഫിന്റെ ബെൽ സ്റ്റാർ എന്ന സ്ഥാപനമാണ്. ഇതിന്റെ ഏജന്റ് പണം ചോദിച്ച് വീട്ടിലെത്തി. അപ്പോൾ അവിടെ ചില തർക്കങ്ങളുണ്ടായി. ഈ തർക്കത്തിൽ പ്രകോപിതനായാണ് ഇതുവരെ കൃത്യമായി അടച്ചിരുന്നതാണ്. കേവലം 2500 രൂപയാണ് മാസം അടവുള്ളത്. ഇനി ആകെ 10,000-ൽ താഴെ രൂപ മാത്രമാണ് ആകെ അടയ്ക്കാനുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ഇയാൾ അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു നിർമ്മിതി ഇരിപ്പുണ്ടായിരുന്നു. ഇതെടുത്ത് ഇയാളുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ഇടത് ചെവിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും രക്തമൊഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ, ഈ തല്ലിയ ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു തരത്തിൽ വലിയ ഗുണ്ടായുസം തന്നെ. അതായത് ഈ സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെയൊക്കെ ലോൺ എടുക്കുന്നതാണ്, ചെറിയ ലോൺ എടുത്താണ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. അതിനിടെയാണ് ഈ പണം തിരികെ വാങ്ങാൻ എത്രത്തോളം ഗുണ്ടായുസം കാണിക്കാം എന്നുള്ളതിന്റെ ഒരു കാഴ്ച കൂടിയായി ഇത് മാറുന്നത്. എന്തായാലും ഈ തല്ലിയ ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോട്ടയം പള്ളിപ്പുറത്തുകാവിലുള്ള ബെൽ സ്റ്റാർ എന്ന സ്ഥാപനമാണ്, സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് ഇങ്ങനെ ലോൺ മൈക്രോ ഫിനാൻസ് എന്ന നിലയിലുള്ള ലോൺ നൽകിയിരുന്നത്. ഈ സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്. ഓക്കെ, കോട്ടയത്താണ് ഈ സംഭവം. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഈ സ്വകാര്യ പണമിടപാട് സംഘത്തിന്റെ ആക്രമണം ഉണ്ടാവുന്നത്. പലപ്പോഴും വീട് കയറി ആക്രമിക്കുന്ന സംഭവങ്ങൾ മുൻകാലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത്. ശ്രീജിത്ത്, ഒരു കാര്യം, ഈ ഇദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ രക്തം ഒലിച്ചത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് കാണിക്കാനാവുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് വലിയ പരിക്കേറ്റിട്ടുണ്ട്. തീർച്ചയായും ഇടത് ചെവിയിൽ നിന്നാണ് ഈ ചോര ഒലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള പരിശോധനയിലായിരിക്കും എന്താണ്, ചെവിക്ക് എത്രത്തോളം ഗുരുതരമാണ് പരിക്ക് എന്നുള്ളത് വ്യക്തമാകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇടത് ഭാഗത്ത് കരിനീലിച്ച് കിടക്കുകയാണ്. മാത്രവുമല്ല രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ചെവിക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവിടെ പൂർണ്ണമായും മരവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ചെവി എന്നുള്ളത് സാധാരണഗതിയിൽ ഇത്തരം ഒരു അക്രമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെവിക്കത് ഒരു ഗുരുതരമായ പരിക്കായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം വിശ്രമത്തിലിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോടാണ്, രോഗിയായ ഒരാളോടാണ് ഇത്തരം സ്വകാര്യ കൊള്ളക്കാർ ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ എടുത്ത് കാണേണ്ടത്. പെട്ടെന്ന് ഒരു മാസത്തെ മാത്രമാണ് തവണ അടയ്ക്കാനുള്ളത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കേവലം ഇനി ഏതാണ്ട് 36,000-ഓളം രൂപയാണ് ആകെ എടുത്ത തുക. അതായത് അത്രയും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമെടുക്കുന്ന സാധാരണക്കാരനായ മനുഷ്യരാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഗുണ്ടായുസം തന്നെ കാഴ്ച എടുത്തിരിക്കുന്നത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ്. ഇയാളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഉടൻ അത്തരം വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും പരിക്കിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതകളും അത് എത്രത്തോളം കൂടുതൽ ഗുരുതരമായിട്ടില്ല. എന്തായാലും രക്തം വാർന്നൊഴുകുന്നു. ആ വീടിനുള്ളിലെല്ലാം ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിതി എറിഞ്ഞു പൊട്ടിച്ചതിന്റെ ദൃശ്യങ്ങൾ കാണാം. വീടാകെ അലങ്കോലമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് നൽകാൻ കഴിയും. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സ്വകാര്യ പണമിടപാട് സംഘമാണ് ഗൃഹനാഥനെ വീട് കയറി ആക്രമിച്ചത്. വെറും ഒരു മാസത്തെ തവണ മുടങ്ങി, അത് വൈകിയെന്നതിന്റെ പേരിലാണ് ഇത്തരം അക്രമം നടത്തിയത്. എന്തായാലും പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോഗ്യനില സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്.